السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ളവരെ, സർവ സൃഷ്ടാവായ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിച്ച് അവൻ്റെ തൃപ്തി നേടി മരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കടമ്പകൾ അല്ലാഹു തആല നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. നമ്മുടെ ഇബാദത്തുകൾക്ക്, നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പവറും മാറ്റും കൂട്ടിക്കിട്ടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സന്ദർഭങ്ങളും സമയങ്ങളും സ്ഥലങ്ങളും അവൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനമാണ് പരിശുദ്ധമായ റജബ് എന്നുള്ളത്. മാസങ്ങളിൽ 4 മാസങ്ങളെ അല്ലാഹു തആല പ്രത്യേകമായി മഹത്വം നൽകുകയും അവകളിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇരട്ടിയായി അല്ലാഹു തആല പ്രതിഫലം നൽകുകയും അസമയങ്ങളിൽ ചെയ്തു പോകുന്ന കുറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ചെയ്തു കൂട്ടുന്ന കുറ്റങ്ങൾക്ക് ശിക്ഷകൾ ഇരട്ടിക്കപ്പെടുകയും ശക്തമാവുകയും മുന്തിക്കപ്പെടുകയും ചെയ്യപ്പെടും എന്ന് നാം മനസ്സിലാക്കിയവരാണ്. വിശുദ്ധമായ റജബ് നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്ത് നൽകിയ മാസമാണ് റജബ്. വിശുദ്ധമായ റമളാനിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ഓരോ മുഅ്മിനും സന്നദ്ധരാകുന്ന മാസമാണ് റജബ്. റഹ്മത്തിൻ്റെ അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ മാസങ്ങൾ 3 മാസം, റജബ്, ശഅബാൻ, റമളാൻ. ഇതിലെ പ്രഥമ മാസമാണല്ലോ റജബ്. അപ്പോൾ അല്ലാഹു തആല ആദരിച്ച ഈ മാസങ്ങൾ, വലിയ മഹത്വമുള്ള ഈ മാസങ്ങളുടെ തുടക്കം റജബായതിനാൽ ലോക മുസ്ലിമീങ്ങളെല്ലാം ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി മുൻകാലങ്ങളിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് മാപ്പപേക്ഷിച്ച് ഹൃദയം ശുദ്ധീകരിച്ച് അവനിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഈ പരിശുദ്ധമായ മാസത്തിൽ കണ്ടു കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റജബ് നമ്മിൽ നിന്ന് വിട പറയാൻ പോകുമ്പോൾ, കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നാമും മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ റജബ് നമ്മിലേക്ക് അല്ലാഹു കനിഞ്ഞു നൽകി. ദിവസങ്ങൾ നമ്മിൽ നിന്ന് പിന്നിട്ടു. പാവങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞു മാപ്പപേക്ഷിച്ച് നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ ആത്മസംസ്കരണത്തിനുള്ള അവസരം നാം ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ നാം വളരെ പരാജിതരും നന്ദി കെട്ടവരുമായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബാക്കി വരുന്ന ദിവസങ്ങളിൽ റജബ് എന്ന പവിത്രമായ മാസം, ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾക്ക് ധാരാളം
പ്രതിഫലം ഇരട്ടിക്കുകയും ഒരുപാട് ബറക്കത്തുകളും റഹ്മത്തുകളും ഇറങ്ങി വരുന്ന മാസവും ഇറക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു വെച്ച മാസവും കൂടിയാണ്. റജബുൽ അസബ് എന്നും ഇതിന് പേരുണ്ട്. അഥവാ അള്ളാഹു തആല അനുഗ്രഹം ചൊരിക്കുന്ന, ധാരാളമായി ചൊരിക്കുന്ന മാസം എന്നർത്ഥത്തിൽ. റജബുൽ ഫർദ് എന്നും പേരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി 4 മാസങ്ങളിൽ നിന്ന് 12 മാസങ്ങളിൽ നിന്ന് 4 മാസങ്ങൾക്ക് മഹത്വം നൽകി. ആ 4 മാസങ്ങളിൽ ഒറ്റയായി നിൽക്കുന്നത് റജബാണ്. അതുകൊണ്ട് റജബുൽ ഫർദ് എന്നും അതിന് പേരുണ്ട്. ഇങ്ങനെ റജബ് മാസത്തിന് ഒരുപാട് മറ്റു പേരുകളും ഉണ്ട്. ഏതായാലും റജബ് മാസം എന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വളരെ പര്യാപ്തമായ മാസമായതിനാൽ അള്ളാഹുവിനോട് നാം നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നന്മ ചെയ്ത് കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്ത് ധാരാളമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അവൻ്റെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു തരുന്നു. റജബ് എന്നുള്ളത് മഹത്തുക്കൾ പലരും പഠിപ്പിച്ചത് കൃഷി നട്ടുമുളപ്പിക്കാനുള്ള സമയമാണ്. ഷഅബാനിൽ അതിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്ന മാസമാണ്. റമളാൻ അതിലൂടെ കിട്ടുന്ന ഫലങ്ങൾ കൊയ്തെടുക്കാനുള്ള മാസമാണ് എന്ന് പല മഹത്തുക്കളും നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റജബിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നാം കഴിഞ്ഞുപോയ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളും സമയങ്ങളും പാഴാക്കിയതിൽ അള്ളാഹുവിനോട് നാം ഖേദിച്ച് മടങ്ങി ബാക്കി നിൽക്കുന്ന ദിവസങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമം നടത്തി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടി ഷഅബാനിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ പൂർണ്ണമായ ശുദ്ധ ഹൃദയത്തോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഹൃദയം സലീമായ ഹൃദയമാണ്. അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ അമലുകളോ നമ്മുടെ സമ്പത്തുകളോ സന്താനങ്ങളോ ഒന്നും നമുക്ക് ഫലം ചെയ്യാത്തൊരു സമയം. ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ കൽബോടുകൂടി ഹൃദയത്തോടുകൂടി അള്ളാഹുവിലേക്ക് ചെന്നവർക്കല്ലാതെ അവിടെ യാതൊന്നും ഫലം ചെയ്യാത്തൊരു സമയം. ആ സമയത്ത് നാം ഖേദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളും സമയങ്ങളും മാസങ്ങളും അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് നന്ദിയുള്ള അടിമകളായി തീരാൻ നാം ശ്രമിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റജബിൽ വളരെ ശ്രേഷ്ഠമായ ദിവസവും കൂടിയാണല്ലോ മിഅ്റാജിൻ്റെ ദിവസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ സന്തോഷിച്ച ഒരു പ്രയാണമാണ് ഇസ്രാ മിഅ്റാജ് എന്നുള്ളത്. അവിടത്തേക്ക് വളരെ ദുഃഖകരമായ പല സന്ദർഭങ്ങളും ഉണ്ടായപ്പോൾ അതിൽ നിന്നെല്ലാം സമാധാനം കിട്ടി സൃഷ്ടാവായ അള്ളാഹുവിനെ കണ്ട് സംവദിക്കാൻ അവസരം കിട്ടിയ ഒരു ദിവസമാണ് മിഅ്റാജിൻ്റെ ദിവസം, അഥവാ റജബ് 27-ാമത്തെ ദിവസം. അത് നമ്മിലേക്ക് കടന്നു വരുന്നു വെള്ളിയാഴ്ച അസ്തമിച്ച രാവോടുകൂടി. ഇൻഷാ അല്ലാഹ് ആ മിഅ്റാജിൻ്റെ ദിവസത്തിൽ നാം അവിടുത്തെ പ്രത്യേകമായി ഓർക്കുകയും അവിടുന്ന് നമുക്ക് സമ്മാനമായി കൊണ്ടുതന്ന 5 വഖ്ത് നിസ്കാരം, അതിൻ്റെ വാർഷികവും കൂടിയാണ് മിഅ്റാജ് ദിനം. ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത 5 വഖ്ത് നിസ്കാരം, അത് പൂർണ്ണമായും മരിക്കുന്നത് വരെ കൈയൊഴിയാതെ ഞാൻ നിലനിർത്തുമെന്ന പ്രതിജ്ഞയോടുകൂടി കഴിഞ്ഞുപോയ നിസ്കാരങ്ങളെല്ലാം വീണ്ടെടുത്ത് ഖളാ വീട്ടി ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ അത് മുഴുവനും നിത്യമായും നിലനിർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനവും പ്രതിജ്ഞയും
നാം എടുക്കുകയും അതിന് ഒരുങ്ങുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വർഗവും നരകവും പരലോകവും എല്ലാം കാണിച്ചു കൊടുത്തു. വലിയ അത്ഭുതങ്ങളുണ്ടായ രാവാണല്ലോ മിഅ്റാജിൻ്റെ രാവ്. ചരിത്രങ്ങൾ വളരെ നീണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ആ ദിവസത്തിൽ നോമ്പെടുക്കൽ, മിഅ്റാജിൻ്റെ നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് മഹത്തുക്കളിൽ പലരും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ ഇത്തരം നല്ല നല്ല കർമ്മങ്ങളെല്ലാം നമ്മുടെ അമലുകൾക്ക് ഈമാനിന് മാറ്റുകൂട്ടാൻ പര്യാപ്തമാകുന്നു എന്ന് മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തി വേണ്ടതുപോലെ നാം നമ്മുടെ ഈമാനിന് വന്നുപോയ കളങ്കങ്ങൾ, ഹൃദയത്തിന് പിടിച്ചുപോയ കറകൾ അതെല്ലാം നീക്കിയെടുക്കാനുള്ള ഒരു അവസരമായി ഈ പരിശുദ്ധമായ റജബിന് ഉപയോഗപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് വരുന്ന റജബ്, ശഅബാനും റമളാനും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുവാനും തുടർന്നുള്ള നമ്മുടെ ജീവിതം ധന്യമാക്കാനും നമുക്ക് സാധിക്കും. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.